നമസ്കാരം. നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ 2026 മെയ് മാസ ഫലങ്ങൾ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ, മാനസികമായ ഒരു വ്യക്തത, പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും അതുപോലെ ദീർഘവീക്ഷണത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു വലിയ കെട്ടിടം പണിയുന്നതിന് മുമ്പ് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുന്ന ആർക്കിടെക്റ്റിനെ പോലെ നിങ്ങളിപ്പോൾ ഭാവിയിലേക്കുള്ള കരുക്കൾ നീക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ, മാസമധ്യത്തോടെ കുടുംബത്തിൽ ചില അധിക ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരാം. ഇത് നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലൊക്കെ ആക്കിയേക്കാം. എങ്കിലും സ്നേഹത്തോടെയും ക്ഷമയോടെയും അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇനി ബന്ധങ്ങളിലെ പക്വത. 7ാം ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം പങ്കാളിത്ത ബിസിനസ്സുകളിലും ദാമ്പത്യത്തിലുമൊക്കെ കൂടുതൽ പക്വത ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് പ്രതികരിക്കാതെ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മാത്രം തീരുമാനിക്കാം. ഇനി നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വസ്തു ഇടപാടുകൾ, ഭൂമിയോ വീടോ വിൽക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അർഹമായ വില ലഭിക്കാനുള്ള മികച്ചൊരു യോഗം കാണുന്നുണ്ട്. അതുപോലെ കഴിവുകൾക്കുള്ള അംഗീകാരം, നിങ്ങളുടെ സർഗാത്മകമായ ജോലികൾ മേലധികാരികളുടെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ ഒക്കെ ശ്രദ്ധയിൽപ്പെടും. നിങ്ങളുടെ കൈപുണ്യം ലോകം തിരിച്ചറിയുന്ന ഒരു സമയമാണിത്. അതോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. അതോടൊപ്പം തന്നെ അനാഥർക്കോ ആലംബഹീനർക്കോ ഒക്കെ തണലാകുന്നത് നിങ്ങളുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കും. അതോടെ നിങ്ങൾ വിജയത്തിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വിജയങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ കലാസൃഷ്ടികളോ അല്ലെങ്കിൽ പ്രോജക്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റോ പ്രദർശിപ്പിക്കുക. അതുപോലെ ലോകത്തിന് നിങ്ങളുടെ കഴിവുകൾ കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും മടിക്കരുത്. അതോടൊപ്പം തന്നെ ധ്യാനവും നടത്തവും ഒക്കെ. ചന്ദ്രൻ്റെ സ്വാധീനം കാരണം മനസ്സ് ഇടയ്ക്കിടെ അസ്വസ്ഥമായേക്കാം. ഇത് മാറ്റാൻ ദിവസവും അല്പനേരം ധ്യാനിക്കുകയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ കാറ്റേറ്റ് നടക്കുകയോ ചെയ്യുന്നത് മാനസികമായൊരു സ്ഥിരത നൽകും. അതോടൊപ്പം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കുക. ബിസിനസ്സിലോ വ്യക്തിജീവിതത്തിലോ ഒക്കെയുള്ള വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഈ മാസം തന്നെ നിങ്ങൾ പൂർത്തിയാക്കുക. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക. അതൊക്കെ നിങ്ങളുടെ ശത്രുവായി മാറിയേക്കാം. നിങ്ങൾ കൃത്യനിഷ്ഠ പാലിക്കുന്നത് വിജയത്തിലേക്കുള്ള ഒരു വഴി എളുപ്പമാക്കും. അതോടൊപ്പം തന്നെ അനാവശ്യ ചിലവുകൾ, കുടുംബ ആവശ്യങ്ങൾക്കായിട്ട് പണം വേണ്ടി വന്നേക്കാം. അതിനാൽ ആഡംബരങ്ങൾക്കൊക്കെ ആയിട്ട് പണം ധൂർത്തടിക്കുന്നതൊന്ന് ഒഴിവാക്കി വെച്ചേക്കാം. അതോടൊപ്പം തന്നെ എടുത്തുചാട്ടം, പങ്കാളിയുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ അത് ദേഷ്യപ്പെടാതെ ക്ഷമയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം. അപ്പോൾ ഇത്രയുമാണ് അത്തം നക്ഷത്രത്തിൻ്റെ 2026 മെയ് മാസത്തിലെ ഫലങ്ങൾ ഒറ്റ നോട്ടത്തിൽ.